പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെ വാക്യങ്ങളിൽ വിവരിക്കുന്ന കാനാൻകാരിയായ ഒരു സ്ത്രീ അവളുടെ മകൾക്ക് വേണ്ടി ഈശോയുടെ അടുത്ത് വന്ന് സഹായം ചോദിച്ച് ആ സഹായം അവൾ ഈശോയിൽ നിന്ന് വാങ്ങിയെടുത്തുകൊണ്ട് പോകുന്നു എന്ന രീതിയിൽ നമ്മളോട് പറഞ്ഞു തരുന്ന സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ ധ്യാന വിഷയം. വിശ്വാസ ദൃഢതയുള്ള ആളുകളെ പരിചയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ ഈശോയിൽ നമുക്കുള്ള വിശ്വാസം എത്രയെന്ന് അളക്കാൻ ഈ ദിവസങ്ങളിലെ തിരുവചന ഭാഗങ്ങൾ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് കാനാൻകാരി സ്ത്രീ അവൾ അല്പം അപമാനവും അവഗണനയും ഒക്കെ നേരിടേണ്ടി വന്നെങ്കിലും ആ വിശ്വാസത്തിൽ, ഈശോയിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവൾ ആഗ്രഹിച്ച കാര്യം ഈശോയിൽ നേടിയെടുത്തുകൊണ്ട് പോകുന്ന വിശ്വാസ ദൃഢതയുടെ അടയാളമാണ് ഈ സ്ത്രീയിൽ നമ്മൾ കാണുന്നത്. തൻ്റെ അപേക്ഷയ്ക്ക് ഈശോയുടെ നിഷേധാത്മകമായ മറുപടികളിൽ തളരാതെ ഈ അമ്മ നിന്നത്, താൻ ചോദിച്ചത് ഈശോയ്ക്ക് തരാൻ കഴിയുമെന്ന ആ വലിയ വിശ്വാസത്തിന്റെ ബോധ്യമുള്ളത് കൊണ്ടാണ്. ഈ സ്ത്രീ ഈശോയുടെ അടുത്ത് നിന്നത് പല അപമാനങ്ങളും അവഗണനകളും നേരിട്ടിട്ടും അവിടെ തന്നെ നിന്ന് ഈശോയോട് തർക്കിച്ച് ഈ സഹായത്തിന് വേണ്ടി അവിടെ നിന്നതിന് കാരണം അത് തരാൻ ഈശോയ്ക്ക് കഴിയുമെന്ന ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ അപേക്ഷകളിലും ചിലപ്പോൾ നമുക്ക് ഇത്തരം മറുപടികളും പ്രതികരണങ്ങളും ആവാം കിട്ടുന്നത്. ഉത്തരം കിട്ടാതെ ഇരിക്കാം. ആവശ്യങ്ങളോട് ചിലപ്പം ദൈവം ഉപേക്ഷ കാണിക്കുന്നത് പോലെ തോന്നാം. ചിലപ്പോൾ മനോവീര്യം തകർത്ത് കളയുന്നത് പോലെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമുക്കും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ പിന്നാലെ പിന്നാലെ വരാം. ദൈവം നമ്മളെ കേൾക്കുന്നില്ലല്ലോ, എത്ര ചെയ്തിട്ടും പരിഗണിക്കുന്നില്ലല്ലോ എന്ന ചിന്ത മനസ്സിൽ കൊണ്ടുതരാം. കിട്ടാതെ പോകുന്ന ഒന്നിന്റെ പേരിൽ വിശ്വാസം ഉപേക്ഷിക്കരുതെന്നുകൂടി ഈശോ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സ്ത്രീക്ക് ആദ്യം ഈശോയിൽ നിന്ന് ശ്രദ്ധിക്കാതെ പോയ ഒരു അവഗണന, പിന്നീട് അവഗണന നിറഞ്ഞ ഒരു സംസാരം, പിന്നീട് അല്പം അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരം, ഈ ആദ്യഘട്ടങ്ങളിലൊന്നും ആ സ്ത്രീ ഈശോയിൽ നിന്ന് വിശ്വാസം ഉപേക്ഷിച്ചു പോയില്ല. അവൾ ആഗ്രഹിച്ചത് കിട്ടുന്നത് വരെ അവൾ അവിടെ തന്നെ നിന്നു, ചോദിച്ചു വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്തു. നമ്മളും ഒരിക്കൽ പ്രാർത്ഥിച്ചു, കിട്ടിയില്ല, രണ്ടാമതൊന്നോട് ചോദിച്ചു, കിട്ടിയില്ല എന്നതിന്റെ പേരിൽ മനസ്സും അടുത്ത് പോകരുതെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ, സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. നമ്മുടെ പരീക്ഷണങ്ങളിൽ തളരാതെ വിശ്വാസത്തിൽ ഈശോയിൽ, ഉയർത്തെഴുന്നേറ്റ ഈശോയിൽ ആഴമായ വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കാനുള്ള അനുഗ്രഹം നമുക്ക് ഉണ്ടാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലും ചിലപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി പരീക്ഷകളും അവഗണനകളും അപമാനങ്ങളും ഒക്കെ നേരിടുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം തണുത്തു പോകാറുണ്ട്, വിശ്വാസം കുറഞ്ഞു പോകാറുണ്ട്. ഈ കാനാൻകാരി സ്ത്രീ ഇന്ന് ഞങ്ങൾക്ക് വലിയ പാഠമായി മുമ്പിൽ നിൽക്കുന്നു. പരീക്ഷണങ്ങളെ തളരാതെ നമ്മൾ ചോദിക്കുന്ന ദൈവത്തിന് എന്തും തരാൻ കഴിയുമെന്ന വലിയ വിശ്വാസത്തിന്റെ ആഴം ഉള്ളിൽ സൂക്ഷിക്കാനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും ഞങ്ങൾക്ക് ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.